ആഗോള രാഷ്ട്രീയത്തിന്റെ സ്ഥിരാകേന്ദ്രമായി മധ്യപൂർവേഷ്യ വീണ്ടും മാറിയിരിക്കുകയാണ്. ഒമാൻ ഉൾക്കടലിൽ ഇറാനിയൻ പതാക വഹിച്ച ടൗസ്ക് എന്ന ചരക്ക് കപ്പൽ അമേരിക്കൻ നാവികസേന തടയുകയും നിയന്ത്രണത്തിലാക്കുകയും ചെയ്തതോടെ മേഖലയിൽ ഒരു വൻ യുദ്ധത്തിന്റെ കാർമേഘങ്ങൾ ഉരുണ്ടുകൂടിയിരിക്കുന്നു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നേരിട്ടുള്ള നിർദ്ദേശങ്ങൾ പ്രകാരം നടന്ന ഈ നീക്കം കേവലം ഒരു കപ്പൽ പിടിച്ചെടുക്കലല്ല, മറിച്ച് ഇറാനെ സാമ്പത്തികമായും സൈനികമായും മുട്ടുകുത്തിക്കാനുള്ള വാഷിംഗ്ടണിന്റെ കൃത്യമായ പ്ലാനിങ്ങിന്റെ ഭാഗമാണ്. അന്താരാഷ്ട്ര ഉപരോധങ്ങൾ ലംഘിച്ച് ഇന്ധനമോ മറ്റു നിരോധിത വസ്തുക്കളോ കടത്തിയെന്ന് ആരോപിച്ചാണ് അമേരിക്കൻ നാവികസേന ഇറാനിയൻ കപ്പലിനെ തടഞ്ഞത്. അമേരിക്കയുടെ കാഴ്ചപ്പാടിൽ ആഗോള സമുദ്ര നിയമങ്ങൾ പാലിക്കാനും ഉപരോധിക്കപ്പെട്ട രാജ്യങ്ങളുടെ നിയമവിരുദ്ധമായ വ്യാപാര ബന്ധങ്ങൾ തകർക്കാനും ഞങ്ങൾക്ക് അവകാശമുണ്ട്. ഇറാന്റെ IRGC സാമ്പത്തികമായി ദുർബലപ്പെടുത്തുക വഴി മേഖലയിൽ അവരുടെ സ്വാധീനം കുറയ്ക്കാമെന്ന് അമേരിക്ക കരുതുന്നു. സമുദ്രപാതകളുടെ സ്വാതന്ത്ര്യം ഉറപ്പാക്കാനാണ് തങ്ങൾ ശ്രമിക്കുന്നതെന്ന് അമേരിക്ക അവകാശപ്പെടുന്നുണ്ടെങ്കിലും എതിരാളികളുടെ സാമ്പത്തിക സ്രോതസ്സുകൾ തടയാനുള്ള ഒരു രാഷ്ട്രീയ ആയുധമായാണ് ഈ നീക്കം വിലയിരുത്തപ്പെടുന്നത്. പ്രത്യേകിച്ചും ചൈനയുമായുള്ള ഇറാന്റെ വർദ്ധിച്ചുവരുന്ന വാണിജ്യ ബന്ധങ്ങൾ തകർക്കുക എന്നത് അമേരിക്കയുടെ വലിയൊരു തന്ത്രമാണ്. തങ്ങളുടെ കപ്പലിന് നേരെ നടന്ന ആക്രമണത്തെയും കസ്റ്റഡിയെയും സായുധ കടൽക്കൊള്ള എന്നാണ് ഇറാൻ വിശേഷിപ്പിച്ചത്. അന്താരാഷ്ട്ര ജലപാതയിലൂടെ സമാധാനപരമായി സഞ്ചരിച്ചുകൊണ്ടിരുന്ന ചരക്ക് കപ്പലിനെ സൈനിക ശക്തി ഉപയോഗിച്ച് കീഴടക്കിയത് നഗ്നമായ നിയമലംഘനമാണെന്നും ഇറാൻ വാദിക്കുന്നു. ദേശീയാഭിമാനത്തിന് മുറിവേറ്റ ഈ സാഹചര്യത്തിൽ ശക്തമായ തിരിച്ചടി നൽകുമെന്നും ഇറാൻ വിദേശകാര്യ മന്ത്രാലയം മുന്നറിയിപ്പ് നൽകി. ഇറാന്റെ പ്രതികരണം വെറും വാക്കുകളിൽ ഒതുങ്ങിയില്ല. അമേരിക്കൻ യുദ്ധക്കപ്പലുകൾക്ക് ചുറ്റും ഇറാനിയൻ ഡ്രോണുകൾ വട്ടമിട്ട് പറന്നതായും നാവികസേനയുടെ ഭാഗത്തു നിന്നും പ്രകോപനപരമായ നീക്കങ്ങൾ ഉണ്ടായതായും റിപ്പോർട്ടുകളുണ്ട്. ഇത് അമേരിക്കയ്ക്ക് നൽകുന്ന കൃത്യമായ മുന്നറിയിപ്പാണ്. നിങ്ങൾ ഞങ്ങളുടെ വാണിജ്യപാതകൾ തടഞ്ഞാൽ ഞങ്ങൾ നിങ്ങളുടെ സൈനിക കപ്പലുകളെ നിരീക്ഷണത്തിലാക്കും. ഈ സംഘർഷം ഇത്രയേറെ ഗൗരവകരമാകാൻ കാരണം ഇതിനു വേദിയായ ഹോർമുസ് കടലിടുക്കിന്റെ സവിശേഷതയാണ്. ലോകത്തിലെ ആകെ എണ്ണ വ്യാപാരത്തിന്റെ ഏകദേശം 20% കടന്നു പോകുന്നത് ഈ ഇടുങ്ങിയ കടൽപാതയിലൂടെയാണ്. സൗദി അറേബ്യ, UAE, കുവൈറ്റ്, ഇറാഖ് തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള എണ്ണ ലോക വിപണിയിൽ എത്തുന്നത് ഹോർമുസ് വഴിയാണ്. ഹോർമുസ് കടലിടുക്കിൽ ചെറിയൊരു തടസ്സമുണ്ടായാൽ പോലും ആഗോള വിപണിയിൽ എണ്ണവില കുതിച്ചുയരും. ഇത് ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുടെ സമ്പദ് വ്യവസ്ഥയെ തകിടം മറിക്കാൻ പോകുന്നതാണ്. ഈ കടൽപാതയുടെ ഒരു വശത്ത് ഇറാന്റെ തീരമായതിനാൽ ഇവിടെ തടസ്സങ്ങൾ സൃഷ്ടിക്കാനുള്ള സ്വാഭാവികമായ കരുത്ത് ഇറാനുണ്ട്. അമേരിക്ക ഇറാനെതിരെ ഏർപ്പെടുത്തിയ ഉപരോധങ്ങൾ ലോക ചരിത്രത്തിലെ തന്നെ ഏറ്റവും കടുത്തവയാണ്. എന്നാൽ ഈ സമ്മർദ്ദം ഇറാനെ തകർക്കുന്നതിന് പകരം അവരെ കൂടുതൽ സ്വയം പര്യാപ്തരാക്കുകയാണ് ചെയ്യുന്നത്. സൈനികമായി നേരിട്ട് ഏറ്റുമുട്ടുന്നതിന് പകരം അസാമാന്യമായ യുദ്ധമുറകളാണ് ഇറാൻ പയറ്റുന്നത്. കുറഞ്ഞ ചെലവിൽ നിർമ്മിക്കാവുന്ന ഡ്രോണുകൾ ഉപയോഗിച്ച് അത്യാധുനികമായ അമേരിക്കൻ പ്രതിരോധ സംവിധാനങ്ങളെ വെല്ലുവിളിക്കാൻ ഇറാന് സാധിക്കുന്നു. വലിയ യുദ്ധക്കപ്പലുകളെ ചുറ്റിവളയാൻ കഴിയുന്ന വേഗതയേറിയ ചെറിയ ബോട്ടുകൾ ഇറാൻ നാവികസേനയുടെ കരുത്താണ്. ഹിസ്ബുള്ളയെയും ഹൂതികളെയും പോലുള്ള സഖ്യകക്ഷികൾ വഴി മിഡിൽ ഈസ്റ്റിലെ വിവിധയിടങ്ങളിൽ അമേരിക്കൻ താൽപ്പര്യങ്ങൾക്ക് വെല്ലുവിളി ഉയർത്താൻ ഇറാന് കഴിയും. സമുദ്ര നിയമങ്ങളെക്കുറിച്ച് അമേരിക്ക സംസാരിക്കുമ്പോൾ പലപ്പോഴും ആ നിയമങ്ങൾ തങ്ങളുടെ താൽപ്പര്യങ്ങൾക്കായി വളച്ചൊടിക്കുന്നുവെന്ന വിമർശനവും ശക്തമാണ്. ഐക്യരാഷ്ട്രസഭയുടെ സമുദ്ര നിയമ ഉടമ്പടിയിൽ അമേരിക്ക പൂർണ്ണമായും ഒപ്പുവെച്ചിട്ടില്ല എന്നതും ഇവിടെ ശ്രദ്ധേയമാണ്. മറുവശത്ത് ഇറാൻ തങ്ങളുടെ പരമാധികാരത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. ശക്തമായ രാജ്യങ്ങൾ നിയമങ്ങൾ നിർമ്മിക്കുകയും ദുർബലരായ രാജ്യങ്ങൾ അത് അനുസരിക്കുകയും ചെയ്യേണ്ടി വരുന്ന അവസ്ഥയാണിതെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നു. ഹോർമുസിലെ ഓരോ തിരമാലയും ഇപ്പോൾ ചോദിക്കുന്നത് ഒരു രാജ്യത്തിന്റെ പതാകയ്ക്ക് ആഗോള ജലപാതകളിൽ എത്രത്തോളം സുരക്ഷിതത്വമുണ്ട് എന്നതാണ്. മധ്യപൂർവേഷ്യയിലെ ഈ സംഘർഷം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അതീവ ആശങ്കാജനകമാണ്. ഇന്ത്യ അതിന്റെ ഊർജ്ജ ആവശ്യത്തിന്റെ സിംഹഭാഗവും ഇറക്കുമതി ചെയ്യുന്നത് ഈ മേഖലയിൽ നിന്നാണ്. സംഘർഷം വർദ്ധിച്ചാൽ പെട്രോൾ, ഡീസൽ വില വർധനവ് ഇന്ത്യയിലെ സാധാരണക്കാരെ ബാധിക്കും. ഗൾഫ് രാജ്യങ്ങളിൽ ദശലക്ഷക്കണക്കിന് ഇന്ത്യക്കാർ ജോലി ചെയ്യുന്നുണ്ട്. ഒരു യുദ്ധ സാഹചര്യം അവരുടെ സുരക്ഷയും ബാധിക്കും. ഇറാനിലെ ചബഹർ തുറമുഖവുമായി ഇന്ത്യക്ക് വലിയ നിക്ഷേപ താൽപ്പര്യങ്ങളുമുണ്ട്. അമേരിക്ക ഇറാൻ തർക്കം ഈ പദ്ധതിയുടെ പുരോഗതിയെ തടസ്സപ്പെടുത്തുന്നു. ഈ പ്രശ്നം എവിടേക്ക് നീങ്ങുമെന്നത് ലോകരാഷ്ട്രങ്ങളെല്ലാം ഉറ്റുനോക്കുകയാണ്. രണ്ട് പ്രധാന സാധ്യതകളാണ് മുന്നിലുള്ളത്. അന്താരാഷ്ട്ര സമ്മർദ്ദത്തിന് വഴങ്ങി ഇരു രാജ്യങ്ങളും സംഭാഷണത്തിന് തയ്യാറാവുക. പ്രത്യേകിച്ച് മറ്റ് രാജ്യങ്ങളുടെ എണ്ണ നീക്കത്തെ ബാധിക്കുമെന്നതിനാൽ സൗദിയും യൂറോപ്യൻ രാജ്യങ്ങളും മധ്യസ്ഥതയ്ക്ക് ശ്രമിച്ചേക്കാം. ഇറാൻ പ്രതികാരമായി ഏതെങ്കിലും അമേരിക്കൻ കപ്പലോ അമേരിക്കൻ സഖ്യകക്ഷികളുടെ കപ്പലോ പിടിച്ചെടുക്കുക. ഇത് മേഖലയിലെ പൂർണ്ണ യുദ്ധത്തിന് വഴിമരുന്നിടും. അമേരിക്കൻ ഉപരോധം കൊണ്ടോ സൈനിക ഭീഷണി കൊണ്ടോ ഒരു ജനതയുടെ ആത്മാഭിമാനത്തെ കീഴടക്കാനാവില്ലെന്ന് ചരിത്രം സാക്ഷ്യപ്പെടുത്തുന്നു. സമ്മർദ്ദം വർദ്ധിക്കും തോറും ഇറാന്റെ ഭാഗത്തു നിന്നുള്ള പ്രതിരോധം കൂടുതൽ ശക്തമാവാനേ സാധ്യതയുള്ളൂ. ഒമാൻ ഉൾക്കടലിലെ ഈ ഏറ്റുമുട്ടൽ കേവലം ഒരു കപ്പലിനെ സംബന്ധിച്ചുള്ള തർക്കമല്ല, അത് ആധിപത്യവും അഭിമാനവും തമ്മിലുള്ള പോരാട്ടമാണ്. ഹോർമുസ് കടലിടുക്ക് വീണ്ടും അപകടകരമായ ഒരു മേഖലയായി മാറുമ്പോൾ ലോകരാഷ്ട്രങ്ങൾ ആവശ്യപ്പെടുന്നത് സമാധാനപരമായ നാവികശേഷിയുമാണ്. എന്നാൽ നിയമങ്ങൾ എല്ലാവർക്കും ഒരുപോലെ ബാധകമാകുന്നിടത്തോളം കാലം ഇത്തരം സംഘർഷങ്ങൾ അവസാനിക്കില്ല. ഒരു കപ്പൽ ഇന്നൊരു പ്രതീകമാണ്, ശക്തരുടെ നീതിക്കെതിരെ നിലകൊള്ളുന്ന പ്രതിരോധത്തിന്റെ പ്രതീകം. ഹോർമുസിലെ സംഘർഷമായുമോ അതോ ആളിപ്പടരുമോ എന്ന് നിർണ്ണയിക്കുന്നത് വരും ദിവസങ്ങളിലെ നയതന്ത്ര നീക്കങ്ങളായിരിക്കും.